Hi friends, today we are going to discuss a simple poem, Success. അല്ലെ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള വളരെ ഇൻസ്പിറേഷൻ ഒക്കെ തരുന്ന ഒരു പോമാണ് സക്സസ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പോമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന രണ്ട് പ്രോസ് ഉണ്ട്, ഡ്രീം, റിയലൈസ്ഡ് ആൻഡ് ടോയ്ലറ്റ്. അല്ലെ ഈ രണ്ട് ചാപ്റ്ററിലൂടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈഫിൽ എന്ത് വേണം, സ്വപ്നങ്ങൾ വേണം. അല്ലെ സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലെ അതെന്ത് ചെയ്യണം, അത് നേടിയെടുക്കാനുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ വേണം, ഒരു തീരുമാനം വേണം സ്ട്രോങ് ആയിട്ടില്ലേ. അത് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഒരു പെർസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചർ വേണം. അല്ലെ ഒരു എഫേർട്ട് എടുക്കാനുള്ള, അല്ലെ കണ്ടിന്യൂ ആയിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു സ്ഥിരോത്സാഹം കൂടെ വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, ഏത് നമ്മുടെ സ്വപ്നവും എന്ത് ചെയ്യാൻ കഴിയുക, സക്സസ് ആക്കാൻ സാധിക്കുക. അല്ലെ ഒരിക്കലും സക്സസ് ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒന്നല്ല, അത് കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരുപാട് എഫേർട്ടിലൂടെ സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നേറുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണെന്നുള്ളത് നമ്മൾ രണ്ട് ചാപ്റ്ററിൽ പഠിച്ചു. അതേ തീമോടുകൂടി ഒരു മാറ്റവും ഇല്ലാത്ത ഒരു പോം തന്നെയാണ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. I'm a dreamer. I have to dream and reach for the stars. And if I miss a star, then I grab a handful of clouds. അല്ലെ മൈക്ക് ടൈസന്റെ ഒരു നല്ലൊരു കോട്ടാണ് കേട്ടോ, വളരെ മനോഹരമായിട്ടുള്ള കോട്ടാണ്. ഐ എം എ ഡ്രീമർ. ഞാനൊരു സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. എന്താണ്? ഞാനൊരു സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. ഐ ഹാവ് ടു ഡ്രീം ആൻഡ് റീച്ച് ഫോർ ദ സ്റ്റാർസ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം? എന്തായിരുന്നു? എനിക്ക് ആകാശങ്ങളിൽ പോയിട്ട് എന്താണ്, സ്റ്റാറുകളെ പിടിക്കാനുള്ളത്. അല്ലെ സ്റ്റാറുകളിൽ മുകളിൽ, അതിന്റെ മുകളിൽ റീച്ച് ചെയ്യുക. അല്ലെ സ്റ്റാറുകളിലെത്തി അവിടെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. ഇഫ് ഐ മിസ് ദ സ്റ്റാർ, ഒരു പക്ഷെ ഞാൻ സ്റ്റാറുകളെ മിസ് ചെയ്താൽ എന്ത് ചെയ്യും? then I grab a handful of clouds. അറ്റ്ലീസ്റ്റ് ഞാൻ മേഘങ്ങളെങ്കിലും എന്ത് ചെയ്യും? പിടിക്കും. അല്ലേ വലിയ സ്വപ്നങ്ങൾ കണ്ടു പോകുന്നവർക്ക് ചിലപ്പോൾ അവിടെ എത്തിയില്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളൊരു പടിയെങ്കിലും കയറി പിടിക്കും എന്ന് പറയുന്ന പോലെ സ്റ്റാറുകളെ റീച്ച് ചെയ്യാന്നുള്ള എന്റെ സ്വപ്നമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ സ്റ്റാറിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ക്ലൗഡിനെങ്കിലും ഗ്രാബ് ചെയ്യും, പിടിക്കും. ഓക്കെ ക്ലിയർ? Then Sina Malab dream big and worked hard to achieve her dream. അല്ലെ നമ്മൾ ടോയ്ലറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അവരൊരു ബിഗ് സ്വപ്നം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അവർ ആ ഡ്രീം അച്ചീവ് ചെയ്തു. അല്ലെ her story tells us that sheer hard work and പെർസെർവറൻസ് led to success. എന്താണ്? നല്ല കണ്ടിന്യൂ ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയാണ് അവരെന്ത് നേടിയെടുത്തിട്ടുള്ളത് മക്കളെ? അവരുടെ സക്സസ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അല്ലെ Now read the poem Success by H.W. Longfellow. അല്ലെ ഇനി ഇവിടെ നമുക്ക് എന്ത് തരും? ഒരു പോം റീഡ് ചെയ്യാം, H.W. Longfellowയുടെ ഒരു പോം. അല്ലെ നോക്കാം. Success, Henry Wadsworth Longfellow. It's a part of the longer poem titled The Ladder of the St. Augustine എന്ന് പറയുന്ന ഒരു പോമിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ അത് പോമിലോട്ട് കടക്കുന്നതിന് മുമ്പ് അതിന്റെ മെസ്സേജുകളും തീമും ടോണൊക്കെ ഒന്ന് പഠിക്കാം. അതാകുമ്പോൾ നമുക്ക് ആ പോം വായിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മെസ്സേജ് നമുക്ക് അതിലൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ നോക്കാം എന്ത് മെസ്സേജാണ് ഈ പോം തരുന്നതെന്ന് നോക്കാം. The poem conveys that success comes from the persistent effort, gradual progress and the hard work. ഓക്കെ എന്താണ് പറയുന്നത്? ഈ പോം നമുക്ക് കൺവേ ചെയ്തു തരുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ സക്സസ് കംസ്, നമ്മുടെ വിജയം എങ്ങനെ വരുന്നതാണ്? പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ. പെട്ടെന്നുള്ള ഒരു എഫേർട്ട് അല്ല, ഒരു ദിവസം ഫുൾ എഫേർട്ട് അല്ല, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എഫേർട്ട്, ഒരു അധ്വാനം, കണ്ടിന്യൂ ആയിട്ടുള്ള ശ്രമം, ഗ്രാജുവൽ പ്രോഗ്രസ്, പടിയായിട്ടുള്ള പ്രോഗ്രസ്. അല്ലെ പടിയായിട്ടായിരിക്കും അതിന് മാറ്റങ്ങൾ സംഭവിക്കുക. അല്ലെ ഓരോ ദിവസവും അതിനനുസരിച്ചാണ് പ്രോഗ്രസ് കൂടി വരിക. അല്ലെ ആൻഡ് ഹാർഡ് വർക്ക്. ഓക്കെ അപ്പൊ കണ്ടിന്യൂ ആയിട്ട് എഫേർട്ട് ഇടുക, ഗ്രാജുവൽ പ്രോഗ്രസും ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ കഴിയുക മക്കളെ? സക്സസ് അച്ചീവ് ചെയ്യാൻ കഴിയുക. ക്ലിയർ? നോട്ട് സഡൻ ലീപ്സ് ഓർ എക്സ്ട്രാ ഓർഡിനറി മീൻസ്. എന്താണ്? ഒരിക്കലും സക്സസ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ള ഒരു ചാട്ടത്തിലൂടെ ലഭിക്കുന്നതല്ല, പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ല സക്സസ്. അത് മാത്രമല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി, ഒരു അമാനുഷികമായിട്ട് കിട്ടുന്ന ഒന്നും അല്ല സക്സസ്. ഒരു ഒറ്റ ദിവസത്തെ ഒരു ചാട്ടത്തിലോ അമാനുഷികമായിട്ടുള്ള ഒരു ശക്തി തരുന്നതോ ഒന്നുമല്ല സക്സസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് ഉണ്ടാക്കി നിർമ്മിക്കാൻ കഴിയുന്ന ഒരു മാജിക് ഒന്നും അല്ല സക്സസ് എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം, ഗ്രാജുവൽ പ്രോഗ്രസ് വേണം, ഹാർഡ് വർക്ക് വേണം. Okay, it emphasizes the importance of determination and
പെർസെവറൻസ്. എന്താണ് ഈ പെർസെവറൻസ് എന്ന് പറഞ്ഞാല്? സ്ഥിരോത്സാഹവും ഡിറ്റർമിനേഷൻ, സ്ട്രോങ് തീരുമാനം അല്ലെ, ഡിറ്റർമിനേഷനും ഒരു സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് സക്സസിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ? Then theme. The theme of the poem highlight achieving success through persistent hard work and the gradual progress. അല്ലെ, സെയിം പറഞ്ഞു തന്നെയാണ്. എന്താണ് ഈ പോം എന്ന് പറയുന്നത്? ഹൈലൈറ്റ് ഓഫ് അച്ചീവ്മെന്റ്. അച്ചീവിങ് എങ്ങനെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നത്, സക്സസ് എങ്ങനെ നേടിയെടുക്കും? ത്രൂ എന്തിലൂടെ? പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ. ഞാൻ പറഞ്ഞു, കണ്ടിന്യൂ ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെയും ഗ്രാജുവൽ പ്രോഗ്രസിലൂടെയും മാത്രമുള്ളൂ നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുക? ഈ പറയുന്ന സക്സസ് എത്താൻ കഴിയുക. ഓക്കെ, ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഡോണ്ട് ഹാപ്പൻ സഡൻലി. ഒരിക്കലും ഒരു അച്ചീവ്മെന്റ്സും പെട്ടെന്ന് അല്ലെ, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള നേട്ടങ്ങളൊന്നും പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതല്ല. ദ റിസൾട്ട് ഫ്രം ദ കണ്ടിന്യൂസ് എഫേർട്ട്. അത് എന്തിലൂടെ ഉണ്ടാവുന്നത്? കണ്ടിന്യൂ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, saying like slow and steady wins the race. നിങ്ങൾ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആമയും മുയലും ഓട്ട മത്സരം നടത്തിയിട്ട് നമ്മൾ അതിൽ പറയാറുണ്ട്. ഏത് ഡയലോഗാണ്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് അല്ലെ, സ്ലോ ആൻഡ് സ്റ്റഡി അല്ലെ, പതുക്കെ പതുക്കെ പതുക്കെയുള്ള പരിശ്രമമാണ് നമുക്ക് എന്തിലെത്താ? വിജയത്തിലെത്താ അല്ലെ. അതുപോലെ റോം വാസ് ഇൻ ബിൽഡിംഗ് എ ഡേ അല്ലെ, റോമാ സാമ്രാജ്യം ഒരു ഒറ്റ ദിവസം കൊണ്ട് പണിതെടുത്തല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നോക്കാം, സം ഓഫ് ദ തീം ഓഫ് ദിസ് പോം. അത് രണ്ടും ഇതൊക്കെ തന്നെയാണ് ആ തീമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോ നെക്സ്റ്റ് ടോൺ അല്ലെ, ദ ടോൺ ഓഫ് ദ പോം ഇസ് എ മോട്ടിവേഷണൽ ആൻഡ് എൻകറേജിങ് അല്ലെ. ഈ പോം നിങ്ങൾക്ക് തരുന്ന ഒരു ടോൺ ഏത് ലെവലാണ് മക്കളെ? മോട്ടിവേഷൻ ആണ് അല്ലെ, നമുക്ക് പ്രോത്സാഹനവും എൻകറേജും ഒക്കെ തരുന്ന ഒരു പോമാണ്. ഇറ്റ് ഇൻസ്പയർസ് റീഡേഴ്സ് ടു കീപ് വർക്കിംഗ് ടുവേർഡ്സ് ദ ഗോൾസ് ആൻഡ് reassures them that hard work will pay off someone. ഓക്കെ, എന്താണ് പറയുന്നത്? ഈ ഒരു ഇതിലൂടെ നമുക്ക് റീഡേഴ്സിന് തരുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും അതിന് തീർച്ചയായിട്ടും ഒരു ദിവസം അതിനൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു പോമിന്റെ ടോണ്. ഇതൊരു മോട്ടിവേഷണൽ എൻകറേജിങ് ആയിട്ടുള്ള ഒരു ടോണാണ് തരുന്നത്. ക്ലിയർ? About the author. Henry Wadsworth Longfellow, born on 27 February 1807, was an American poet and educator. അല്ലെ, അദ്ദേഹം ജനിച്ചതും അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു, അതുപോലെ എന്താണ്? ഒരു എഡ്യൂക്കേറ്റർ ആയിരുന്നു അല്ലെ. He became a professor at the Bowdoin College and later at Harvard College after studying Europe. അല്ലെ, യൂറോപ്പിൽ അദ്ദേഹത്തിന്റെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹാർവാർഡ് കോളേജിലും അതുപോലെ ബോഡൻ കോളേജിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. His first major poetry collection were Voices of the Night. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയട്രിയുടെ കളക്ഷൻ ആണ് എന്ത് പറയുന്നത്? Voices of the Night എന്ന് പറയുന്നത് കേട്ടോ. Then the Ballad and the Other Poems അടുത്ത കളക്ഷൻ ആണ് കേട്ടോ. He became perhaps the most popular American poet of his day. ആ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ അമേരിക്കൻ പോയറ്റ് ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, he died 24 March 1882. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയത് 24 March 1882 ക്ലിയർ? നോക്കാം. We have no wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summit of our time. നോക്കാം, എന്താണ് പറയുന്നത്? ഓക്കെ, മീനിങ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. വി ഹാവ് നോ വിങ്സ്. നമുക്ക് എന്തില്ല? ചിറകുകളില്ല. ചിറകുകളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷികളെ പോലെ ചിറകുകളില്ല, വിങ്സ് ഇല്ല നമുക്ക്. സോ വി കനോട്ട് സോർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? സോർ ചെയ്യാൻ കഴിയില്ല. സോർ എന്ന് പറഞ്ഞാൽ പറന്നുയര, പക്ഷികളെ പോലെ ഹൈറ്റിലോട്ട് ഈ പറന്നു പോകുന്നതിനെയാണ് നമ്മൾ സോർ എന്ന് പറയുന്നത് കേട്ടോ. സോ വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറന്ന് ഉയരാൻ കഴിയില്ല. ഓക്കെ, ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈം. പക്ഷെ നമുക്ക് എന്തുണ്ട്? ഫീറ്റ് ഉണ്ട്, നമുക്ക് കാലുകളുണ്ട്, കാൽപാദങ്ങളുണ്ട്. ടു സ്കെയിൽ ആൻഡ് ക്ലൈം അല്ലെ, നടന്ന് കയറി ഉയരാനുള്ള. നടന്ന്, സ്കെയിൽ മീൻസ് ഇങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ. ക്ലൈം മീൻസ് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ
ഉയരങ്ങളിലോട്ട് കയറി പോകുന്നതിനാണ് ക്ലൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നടന്ന് ഉയരങ്ങളിലോട്ട് കയറാൻ എന്തുണ്ട്? ഫീറ്റുകളുണ്ട്. നമുക്ക് ചിറകുകളില്ലെങ്കിലും നമുക്ക് ഫീറ്റുകളുണ്ട്. ഓക്കെ, ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. എങ്ങനെയാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകേണ്ടത്? ബൈ സ്ലോ ഡിഗ്രീസ്, പതുക്കെ. നമ്മൾ പറഞ്ഞില്ലേ, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ ഒരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കും അല്ലെ. പതുക്കെ, പതിയെ പതിയെ പതിയെ, ആൻഡ് ബൈ മോർ ആൻഡ് മോർ അല്ലെ. പതിയെ പതിക്കെ കുറച്ച് അങ്ങനെയാണ് നമ്മൾ കയറി പോവേണ്ടത്. ഓക്കെ, ആൻഡ് ദ ക്ലൗഡി സമ്മിറ്റ് ഓഫ് അവർ ടൈം. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ എവിടെ പോയി എത്തും? എവിടെ നമ്മൾ റീച്ച് ചെയ്യും? ദ ക്ലൗഡി സമ്മിറ്റ് ഓഫ് ടൈം എന്നാ പറയുന്നത്. സമ്മിറ്റ് മീൻസ് എന്താന്ന് വെച്ചാല് അങ്ങേ അറ്റം. ഇപ്പൊ നമ്മുടെ ആകാശത്തിന്റെ അങ്ങേ തലം എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ നമ്മള് മൗണ്ട് എവറസ്റ്റിന്റെ ഒക്കെ സമ്മിറ്റിൽ നമ്മൾ എത്തി എന്ന് പറയില്ലേ, അതിനാണ് സമ്മിറ്റ്. അങ്ങേ അറ്റത്തിലുള്ള ഹൈറ്റ്, ഉയരത്തിൽ നിന്നുള്ള അർത്ഥത്തിലാട്ടോ. ക്ലൗഡ് ഓഫ് സമ്മിറ്റ് പറഞ്ഞാൽ മേഘങ്ങളുടെ ആ മുനമ്പിൽ നമ്മൾ എവിടെ എത്തിപ്പോവും? എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്താറുള്ളൂ? ബൈ സ്ലോ ഡിഗ്രീസ് ആണ്, പതിയെ പതിയെയുള്ള കയറ്റത്തിലൂടെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ചിറകുകളില്ല. പക്ഷെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട, ചിറകുകൾ ഇല്ലെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് പറന്ന് കയറണ്ട. നമുക്ക് എന്തുണ്ട്? കാലുകളുണ്ട്, ഫീറ്റ് ഉണ്ട് നമുക്ക് അല്ലെ. ഫീറ്റ് വെച്ചിട്ട് പതിയെ 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 നമുക്ക് എവിടെ എത്താൻ കഴിയും? സമ്മിറ്റിലെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. ക്ലിയർ ആണ്. പതിയെ പതിയെ പതിയെയുള്ള ഹാർഡ് വർക്കിലൂടെ, കണ്ടിന്യൂ ആയിട്ടുള്ള സ്ഥിരോത്സാഹത്തിലൂടെ പതിയെ 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 നമുക്ക് ഏത് ഉയരത്തിലും എത്താം എന്നാണ് കറക്റ്റ് ആയിട്ട് അതിലൂടെ മെസ്സേജ് കിട്ടുന്നത്. അതുപോലെ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു റൈമിംഗ് സ്കീം ഒക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നോക്കിയാൽ കാണാം. സോർ എന്ന് പറയുന്നത് എ, സോർ മോർ അല്ലെ. അപ്പോ എ എ അല്ലെ, സോർ എ കാണുന്നുണ്ട്. ക്ലൈം ടൈം അല്ലെ. ഇവിടെ ബി പ്രൊണൗൺസ് ചെയ്യില്ല കേട്ടോ. ക്ലൈം ടൈം ആ ഒരു സൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ബി ബി ആണ് കേട്ടോ. എ ബി കേട്ടോ. എ ബി ആണ് നമ്മുടെ റൈമിംഗ് സ്കീം കാണുന്നത്. സോ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചിറകുകളില്ല, ഒറ്റയടിക്ക് പറന്നു കയറാം. പക്ഷെ നമുക്ക് കാൽപാദങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ പതുക്കെ 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 കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡി സമ്മിറ്റ് വരെ എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അലിറ്ററേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അത് നമ്മുടെ ഇതിന് ശേഷം പോയറ്റിക് ഡിവൈസസ് പറയുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാം. ഓക്കെ, ദെൻ the mighty pyramids of stone, the words like cleave the desert air, when nearer seen and better known, are but gigantic flights of stairs. നോക്കാം. The mighty pyramids of stone. എന്താണ് mighty means strong ആയിട്ടുള്ള, കല്ലുകൾ കൊണ്ട് പണിതിട്ടുള്ള, സ്റ്റോൺ കൊണ്ട് പണിതിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പിരമിഡുകൾ നമുക്ക് കാണാം. എവിടെ? നോക്കാം. That words like cleave the desert air അല്ലെ. ആ പിരമിഡുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഡെസേർട്ട് എയർ. ഇതെന്താണ് ഈ വെഡ്ജ് ലൈക്ക്? എന്ത് ഈ വെഡ്ജ് എന്ന് പറഞ്ഞ ആപ്പാണ് മക്കളെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ആപ്പ്? ഈ മരത്തടികൾക്കിടയിലൊക്കെ വെച്ചിട്ട് ആ ആപ്പ് മടിക്കുമ്പോ മരത്തടി പിളർന്നു പോവും. ആ ആപ്പ് ഉണ്ടല്ലോ, വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന ആപ്പ്. ആ ആപ്പിനാണ് വെഡ്ജ് ലൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രൂപത്തിൽ പിരമിഡ്, ഇത് നേരെ തിരിച്ചങ്ങിട്ട് കൊടുക്കും കേട്ടോ. ഇതാ ഇങ്ങനെ ഈ ആപ്പ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് എന്ത് നിൽക്കുന്നത്? ഈ പിരമിഡ്സ് നിൽക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? ദാറ്റ് ഇസ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയർ അല്ലെ. ഡെസേർട്ട്, മരുഭൂമിയിലെ എയർ മീൻസ് മരുഭൂമിയിലെ കാറ്റിനും മരുഭൂമിയിലെ ആ അന്തരീക്ഷത്തിൽ എങ്ങനെ നിൽക്കുകയാണ്? ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഒരു ആപ്പ് പോലെ ഇങ്ങനെ പിളർത്തി നിൽക്കുകയാണ് അല്ലെ. മരുഭൂമിയിലെ അയറിനും ആ ഒരു ബ്രീത്തിനും ആ ഒരു വിൻഡിനൊക്കെ എന്ത് ചെയ്യാണ്? മരുഭൂമിയിൽ അതിങ്ങനെ സെന്ററിൽ പോയിട്ട് പിളർത്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ആര്? ആ സ്ട്രോങ് മൈറ്റി പിരമിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? when nearer seen and better known. ഇനി നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ അടുത്തോട്ട് നമ്മൾ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ and better known, അതിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? are but a gigantic flights of stairs. അത് അവിടെ എന്തുണ്ട്? അവിടെ പക്ഷെ എന്തുണ്ട്? നമ്മൾ കാണുന്നത് പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനെ വെട്ടിയ പോലെ കിടക്കുന്ന ആപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ.
അതുപോലെയുള്ള ഒരു വെഡ്ജാണ് നമ്മൾ ചെല്ലുമ്പോ എന്താണ് അടുത്തറിയുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതിൽ വളരെ ജൈജാന്റിക് ആയിട്ടുള്ള എന്തുണ്ട്, ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് ഉണ്ട്. സ്റ്റെയർസ് മീൻസ് സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ. വളരെ അടിപൊളിയായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വലിയ ഭീകരമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തുണ്ട് ഈ കാണുന്ന പിരമിഡിനുണ്ടാവും അല്ലെ. നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോ ഇന്നേ വരെ പിരമിഡ് നമുക്ക് ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിന് ഇന്നേ വരെ നമ്മൾ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഡിസേർട്ടിനെ മൊത്തത്തിൽ ഇങ്ങനെ പിളർന്ന പോലെ നിൽക്കുന്ന പോലെ ഭീകരമായിട്ട് സ്റ്റോൺ ആയി തോന്നും. പക്ഷെ നമ്മൾ അതിനെ അടുത്തറിഞ്ഞ് അതിന്റെ അടുത്തേക്ക് നമ്മൾ എത്തി ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതിനെന്തുണ്ട്, വളരെ ജൈജാന്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അതിമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ക്ലിയർ? ഓക്കെ. ഇതും എന്തുതന്നെയാണ്, നമ്മൾ ഈ പിരമിഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിരമിഡ്സ് എന്ന് ഉദ്ദേശിച്ച നമ്മുടെ ലക്ഷ്യമാണ്. അത്രയും ഹൈറ്റിലും ഉയരത്തിലുള്ള നമ്മുടെ ലക്ഷ്യത്തിന് നമുക്ക് കാണുമ്പോൾ ഒരിക്കലും എത്താൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആണ്, അത്രയും ഷാർപ്പ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിന്റെ അടുത്തെത്തി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് വളരെ പ്രോഗ്രസ്സിലൂടെ നമ്മൾ അടുത്തെത്തുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, അതിലൂടെ നമുക്ക് കയറി പോകാനുള്ള ചവിട്ടടികൾ ഉണ്ട് അല്ലെ. ആ ചവിട്ടടികൾ ഓരോന്നായി കയറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പിരമിഡ്സിന്റെ അങ്ങേയറ്റെത്തുന്നത്. അത് മീൻ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള പിരമിഡ് വരെ ആളുകൾ പണിതെടുത്തത് അവരുടെ പെർസിസ്റ്റൻസ് ആയിട്ടുള്ള എഫേർട്ടിലൂടെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് അവർ അത്രയും വലിയ പിരമിഡ് പണിതെടുത്തത്. അതുവരെ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത് എന്താണ്, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എഫേർട്ടിലൂടെയാണ് അല്ലെ. അപ്പൊ ഇത്രയും വലിയ പിരമിഡ് വരെ മനുഷ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഹാർഡ് വർക്കിലൂടെയും കണ്ടിന്യൂ ആയിട്ടുള്ള സ്ഥിരോത്സാഹത്തിലൂടെയുമാണ്. ക്ലിയർ? The distant mountains that rear their solid bastions of the sky are crossed by pathways that appear as we to higher levels rise. എന്താണ് പറയുന്നത്, the distant mountains that appear. rear എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, വളരെ ഡിസ്റ്റൻസിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മലനിരകൾ. മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ ആകാശം മുട്ടേ നിൽക്കുന്ന ഒരു മൗണ്ടൻ ആട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. അത്രയും വലിയൊരു മൗണ്ട് എവറസ്റ്റ് ഒക്കെ പോലത്തെ അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മലനിരകൾ നമുക്ക് എന്ത് ചെയ്യാൻ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. സോളിഡ് ബാസ്റ്റ് ഓഫ് ദ സ്കൈ. അത് എങ്ങനെയാണ് നിൽക്കുന്നത്, ആകാശത്തിലെ കോട്ടകളെ പോലെ. എങ്ങനെയാണ്, ആകാശത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഗംഭീര കോട്ടകളെ പോലെ അല്ലെ. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗംഭീര കോട്ടകളെ പോലെ നമുക്ക് കാണുന്ന മൗണ്ടെയിൻസ് എന്താണ്, ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ. അവിടെ നമ്മൾ എത്തുമ്പോ, അവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോ, അവിടേക്ക് ക്രോസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അതിലൂടെ എന്ത് ക്രോസ് പോയിട്ടുണ്ട്, പാത്വേസ് കാണാം. അതിലൂടെയും എന്ത് കാണും, ആ ഉയർന്ന മലനിരകളിൽ ചെല്ലുമ്പോഴും അതിലൂടെ പോയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ആളുകളുടെ വഴികൾ കാണും. ആ പാതകൾ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കും. പുറമെ ദൂരെ നോക്കുമ്പോൾ നമുക്ക് എന്താണത്, അതൊരു നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയാത്ത അത്രയും ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കോട്ട പോലെ തോന്നുമെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ അവിടെയും എന്ത് കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ അതിനു മുമ്പ് അത് സക്സസ് ആയി പോയവരുടെയൊക്കെ വഴികൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ആസ് വി ഹയർ ലെവൽ റൈസ് അല്ലെ, അതിന്റെ ഏറ്റവും ഹയർ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അതിലൂടെ കടന്നു പോയിട്ടുള്ള പാത്വേസ് വഴികൾ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും ക്ലിയർ ആണ്. എന്താണ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അച്ചീവ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സ്വപ്നം അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയുന്നത് വളരെ വലുതും ഭയാനകരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ അതിന്റെ അടുത്തേക്ക് ഗ്രാജുവലി എത്തുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വഴികൾ ഇങ്ങനെ തുറന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സക്സസ് ആവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ? The heights by great men reached and kept were not attained by sudden flight. അല്ലെ, the height means ഇവിടെ എന്താണ്, നേടിയെടുത്ത പദവികൾ അല്ലെങ്കിൽ ഉയരങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ്, നമ്മുടെ ഇതിനു മുമ്പുള്ള വലിയ വലിയ ആളുകളൊക്കെ പോയി അവർ നേടിയെടുത്തിട്ടുള്ള ഉയരങ്ങൾ അല്ലെങ്കിൽ അവർ നേടിയെടുത്തിട്ടുള്ള സക്സസ് അല്ലെങ്കിൽ അവർ നേടിയെടുത്തിട്ടുള്ള ആ പദവികൾ. ഇവിടെ ഉദ്ദേശിച്ചത് ഹൈറ്റ് തന്നെയാണ്. ഐ മീൻ ആ ഉയരം വരെ അവർ പോയിട്ട് ഇപ്പൊ അവിടെ ആ ഉയരത്തിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉയരത്തിൽ അവർ നേടിയെടുത്തത് വേർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. അതൊരു ഒരു സഡൻ ഫ്ലൈറ്റിലല്ല, ഒരു ഒറ്റയടിക്ക് അങ്ങ് പറന്നുപോയി അവര് ഹൈറ്റിൽ എത്തിയതല്ല, അറ്റൈൻ ചെയ്യാൻ നേടിയെടുക്കുക കേട്ടോ. ബൈ സഡൻ ഫ്ലൈറ്റ് അല്ലെ, ഒരു സഡൻ ഫ്ലൈറ്റിൽ ഒരു ഒറ്റ പറക്കല്ല അങ്ങ് പോയി ആ മലയുടെ മുകളിൽ എത്തിയതോ അല്ലെങ്കിൽ ആ ഹൈറ്റിൽ എത്തിയതോ അല്ല അവരാരും.
ഓക്കെ, അവരൊക്കെ എങ്ങനെ എത്തിയതാണ്? ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ്, അവരുടെ കമ്പാനിയൻസ്, അവരുടെ കൂടെയുള്ള ആളുകൾ ഉറങ്ങുമ്പോൾ were toiling upward in the night, രാത്രിയും അവർ ടോയിലിംഗ്, കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഈ കാണുന്ന ഹൈറ്റിലെത്തിയിട്ടുള്ളത്. ക്ലിയർ? ഹാർഡ് വർക്ക് തന്നെയാണ് വ്യക്തമായിട്ട് കാണുന്നത്. ദ ഹൈറ്റ് ബൈ ഹൈറ്റ് മീൻസ് അവരുടെ പദവികളോ അല്ലെങ്കിൽ അവർ നേടിയെടുത്ത അച്ചീവ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് ബൈ ഗ്രേറ്റ് മാൻ റീച്ചർ ആൻഡ് കെപ്റ്റ്, അവർ നേടിയെടുത്ത അവിടെ വെച്ചിട്ടുള്ള ഗ്രേറ്റ് മാൻസ് നേടിയെടുത്ത് അവിടെ വെച്ചിട്ടുള്ള നമുക്കിപ്പോ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് അവർ പറന്നു പോയി അച്ചീവ് ചെയ്തതല്ല, നേടിയെടുത്തതല്ല. പകരം അവരുടെ കമ്പാനിയൻസ് ഉറങ്ങുമ്പോഴും അവരെന്ത് ചെയ്യായിരുന്നു? ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ നേടിയെടുത്തതാണത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ നാല് സ്റ്റാൻസയിലും വ്യക്തമായിട്ട് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാവും. എത്ര വലിയ സ്വപ്നമാവട്ടെ, എത്ര വലിയ ഉയരങ്ങളുള്ളതാവട്ടെ, നമ്മളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല എന്ന് നമുക്ക് തോന്നുന്ന അത്രയും വലിയ സ്വപ്നങ്ങളാവട്ടെ, അത്രയും വലുതാവട്ടെ ലക്ഷ്യമെന്ന് വെച്ചാലും നമ്മൾ സഞ്ചരിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുമ്പിൽ എന്ത് കാണും? സ്റ്റെപ്സുകൾ കാണും കയറാൻ. ലൈക്ക് നമുക്ക് മുമ്പ് വഴികൾ എന്തെയും ഓട്ടോമാറ്റിക്കലി അവിടെ തെളിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പരിശ്രമിച്ച് പോയി അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഹൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ പോമിലൂടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഓക്കെ, മേജർ പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെ നോക്കാം. ഈ പോമിൽ യൂസ് ചെയ്തിട്ടില്ല ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ഉള്ളത്? മെറ്റാഫർ ഉണ്ട് അല്ലെ. മെറ്റാഫർ ഉണ്ട്, നോക്കാം ഏതൊക്കെയാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. വി ഹാവ് നോട്ട് വിങ്സ് ആൻഡ് വി കനോട്ട് സോർ അല്ലെ. നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് നമുക്ക് പറന്നുയരാൻ കഴിയില്ല. അത് കമ്പയർസ് ഹ്യൂമൻസ് ടു ബേർഡ്സ് ടു കൺവേ ദാറ്റ് ഹ്യൂമൻ കനോട്ട് ഫ്ലൈ ഓർ സോർ ഹൈ അല്ലെ. ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? മനുഷ്യനെ പക്ഷികളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷികൾക്ക് ചിറകുകളുണ്ട്, അവർക്ക് പറന്നുയരാൻ കഴിയും, പക്ഷെ മനുഷ്യർക്ക് ചിറകുകളില്ല എന്നുള്ളത് മനുഷ്യനെയും പക്ഷികളെയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ദെൻ ദ ക്ലൗഡ് ഈസ് സമ്മിറ്റ് ഓഫ് അവർ ടൈം അല്ലെ. ക്ലൗഡ് ഈസ് സമ്മിറ്റ് പറഞ്ഞാൽ എന്താണ്? ആ മേഘങ്ങളുടെ ആ ഒരു അങ്ങേ അറ്റത്ത് കാണുന്ന ആ ഒരു ഹൈറ്റ് അല്ലെ, അവിടെ അത് കമ്പയർ ചെയ്തിരിക്കുന്നത് ഹൈ അച്ചീവ്മെന്റ്സ് ടു മൗണ്ടൻ സമ്മിറ്റ് ഓഫ് ടച്ചിങ് ക്ലൗഡ്സ് ആണ് പറയുന്നത് അല്ലെ. എന്താണ് അത്? നമ്മുടെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മൗണ്ടൻ സമ്മിറ്റ്സ് ഉണ്ടല്ലോ. മൗണ്ടൻ സമ്മിറ്റ്സ് പറഞ്ഞാൽ എന്താണ്? അങ്ങേ അറ്റ കൂർപ്പില്ലേ മൗണ്ടന്റെ, അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഇതിലൂടെ കമ്പാരിസൺ ചെയ്യുന്നത്. ദെൻ the mighty pyramids of stone and the gigantic flights of stairs, എന്താണ്? ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ പിരമിഡ്, അതുപോലെ ജൈജാന്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റേഴ്സ് അല്ലെ. വളരെ ഭീകരമായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള എന്തുണ്ട്? സ്റ്റെപ്പുകൾ നമുക്ക് കാണും. ഇത് രണ്ടും കമ്പയർ ടു പിരമിഡ്സ് ടു ലാർജ് സ്റ്റെയർകേസ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പിരമിഡിനെ ലാർജ് സ്റ്റെയർകേസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് സച്ച് മോണുമെന്റൽ അച്ചീവ്മെന്റ്സ് റിസൾട്ട് ഫ്രം ഗ്രാജുവൽ ബട്ട് സ്റ്റഡി ഹാർഡ് വർക്ക് അല്ലെ. എന്താണ് ഉദ്ദേശിച്ചത്? നമുക്ക് ലഭിക്കുന്ന എല്ലാ അച്ചീവ്മെന്റ്സുകളും എങ്ങനെയാണ്? ഒരു ഗ്രാജുവലിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ബട്ട് സ്റ്റഡി ഹാർഡ് വർക്ക് വേണം അല്ലെ. നല്ല കണ്ടിന്യൂ ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നേടിയെടുക്കാൻ കഴിയുള്ളൂ. Then major poetic devices and figure of speech are again then visual imaginary കേട്ടോ. നമുക്ക് കാണാൻ സാധിക്കുന്ന ഇമേജിനറികളില്ലാതെ പോംസ് ഉണ്ടാവില്ല അല്ലെ. വിഷ്വലോ ടാക്ടലോ ഏത് രീതിക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്ന ഇമേജുകൾ ഉണ്ടാവും. അപ്പൊ ഇതിലുള്ള വിഷ്വൽസ് ഇമേജുകൾ നമുക്ക് നോക്കാം അല്ലെ. ഓഡിറ്ററി വല്ലാണ്ടില്ല, വിഷ്വൽ ആണ് കേട്ടോ. The mighty pyramids of stone that wedge like clay the desert said creates a vivid image of pyramid rising sharply in the desert. Mighty pyramids ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ക്ലീവ് പോലെ നിൽക്കാന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആ വിഷ്വൽ ഇമേജ് കിട്ടുന്നുണ്ട് ഇല്ലേ. ഓക്കെ, then the distant mountains that uprear the solid vast of the sky അല്ലെ. ആകാശത്ത് ഇങ്ങനെ കോട്ട പോലെ, ഭീകരമായ കോട്ട പോലെ നിൽക്കുന്ന മൗണ്ടൻ എന്ന് പറയുമ്പോൾ നല്ല ആകാശം മുട്ടി നിൽക്കുന്ന ഒരു വലിയ ഒരു മലകളുടെ ഒരു ഇതൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വരുന്നില്ല ആ ഒരു പിക്ചർ. ഓക്കെ, that evoke the strong visual image towering sky high mountain അല്ലെ. അങ്ങേ അറ്റം നിൽക്കുന്ന ഒരു സ്കൈ ഹൈ മൗണ്ടൻ ഒക്കെ നമ്മുടെ മൈൻഡിൽ വരും. ക്ലിയർ?
ദെൻ സിംബോളിസം, സിമ്പിൾസ് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കാം, പിരമിഡ്സ് ആൻഡ് മൗണ്ടൻസ്, പിരമിഡ്സും മൗണ്ടൻസും അല്ലെ, ഹൈറ്റിൽ നിൽക്കുന്ന പിരമിഡ്സും മൗണ്ടൻസും സിംബലൈസ് ദ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ദ മൗണ്ടനിയറിംഗ് റിയലൈസ്ഡ് ബൈ മാൻ. എന്താണ് നമ്മുടെ ആളുകളുടെ കഴിവുകളും നേടിയെടുത്തിട്ടില്ല. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവരുണ്ട്, അതുപോലെ പിരമിഡ്സ്, അതൊക്കെ മനുഷ്യരുടെ ഒരു എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി അല്ലെ, മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളതല്ല, കണ്ടിന്യൂ ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ തന്നെയാണ് മൗണ്ട് എവറസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പിരമിഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നേടിയെടുത്തതും നിർമ്മിച്ചതും ഒക്കെ വളരെയധികം ഹാർഡ് വർക്കിലൂടെ തന്നെയാണ്. അതാണ് ഒരു സിംബോളിസം. ദെൻ flight of stairs symbolize the hard work and step by step process of achieving success. അല്ലെ, എന്താണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോവുക അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്? സിംബലൈസ് ദ ഹാർഡ് വർക്ക് ആൻഡ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് അച്ചീവിങ് സക്സസ്. അല്ലെ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു പടി രണ്ട് പടി ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്ത് സക്സസ് ആവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സിലൂടെയുള്ള സിംബൽസ്. ക്ലിയർ? ദെൻ റൈമിംഗ് സ്കീം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വ്യക്തമായിട്ടുള്ള റൈമിംഗ് സ്കീം ഉണ്ട്. എ ബി ആണ് റൈമിംഗ് സ്കീം വരുന്നത്. റൈമിംഗ് വേർഡ്സ് സോർ, മോർ, ക്ലൈം, ടൈം, സ്റ്റോം, നോൺ, എയർ, സ്റ്റെയർ, അപ്പിയർ, സ്കൈസ്, റൈസ്, കെപ്റ്റ്, സ്ലെപ്റ്റ്, ഫ്ലൈറ്റ്, നൈറ്റ്. അല്ലെ, വളരെ ക്ലിയർ ആയിട്ടുള്ള റൈമിംഗ് സ്കീമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ അലിട്രേഷൻ അല്ലെ, റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസോണന്റ് സൗണ്ട്സ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന കൺസോണന്റ് സൗണ്ട്സുകളുടെ തുടക്കത്തിൽ, ഒരു വേർഡിന്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിന് അലിട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദെൻ നമുക്ക് ഇവിടെ നോക്കാം, വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ അല്ലെ, ഇവിടെ വി എന്ന് പറയുന്നത് നമുക്ക് 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും അല്ലെ, W എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, ദെൻ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ W സൗണ്ട്സ് വി, വിങ്സ് ആൻഡ് വി, ഈ 3 വേർഡിലും റിപ്പീറ്റ് ചെയ്തിട്ട് കാണും. ദെൻ ബൈ സ്ലോ ഡിഗ്രി, ബൈ മോർ ആൻഡ് മോർ അല്ലെ, ഇവിടെ ഏതാണ് കാണുന്നത്? ഇതാ മോർ ആൻഡ് മോർ, ഇവിടെ എന്താണ്? എം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ, ദ റിപ്പീറ്റേഷൻ ഓഫ് ദ എം സൗണ്ട് ഇൻ മോർ ആൻഡ് മോർ. ക്ലിയർ? ദെൻ there is solid bastion of the sky. ഇവിടെ എന്ത് കാണുന്നുണ്ട്? റിപ്പീറ്റേഷൻ ഓഫ് ദ എസ് സൗണ്ട് അല്ലെ, സോളിഡ് സ്കൈ, ദ റിപ്പീറ്റേഷൻ ഓഫ് ദ എസ് സൗണ്ട് ഇൻ സോളിഡ് ആൻഡ് സ്കൈ. ഇനി ഉണ്ട് കേട്ടോ, പോമിൽ ഒരുപാട് ലൈനുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനെ കൺസോണന്റ് സൗണ്ട്സ് വരുന്നുണ്ട്. ദെൻ അസോണൻസ് അല്ലെ, വവൽ സൗണ്ടുകളുടെ റിപ്പീറ്റ് ചെയ്ത് വരിക. നോക്കാം, we have not wings, we cannot soar. The repetition of the O sound. We have not wings, we cannot soar. ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? Not, cannot, the soar ഇതിലൊക്കെ O sound വവലായിട്ടുള്ള O sound വളരെ ക്ലിയർ ആയിട്ട് കാണാം. Then by slow degrees, by more and more, the repetition of the O sounds in again. നോക്കാം, slow, more and more. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണും? ഓ സൗണ്ട് അല്ലെ, ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. Then the mighty pyramids of the stone, the repetition of the I sound. The mighty pyramids of the stone. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണും? ഐ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും. ഐ എന്ന് പറയുന്ന സൗണ്ട്സ് ആണ് കേട്ടോ, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും. ഇങ്ങനെ അസോണൻസും അതിലുണ്ട്. ഓക്കെ, ദെൻ ഹൈപ്പർബോൾ. ഹൈപ്പർബോൾ പറഞ്ഞാൽ എന്താ? ഓവർ ആക്കുക അല്ലെ. ഞാൻ പണ്ട് നമ്മൾ പോയറ്റിക് ഡിവൈസ് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് വിട്ടിട്ടുണ്ട്, അപ്പൊ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഉപകാരമാവും കേട്ടോ. അപ്പൊ ഹൈപ്പർബോൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഓവറായിട്ട് പറയാം അല്ലെ. നമ്മൾ ചിലപ്പോൾ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. നമ്മൾ ചിലപ്പം പറയും, ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടും അത് അനുസരിച്ചിട്ടില്ലാറ്. നമ്മൾ ഒരാളോട് 10,000 വട്ടം പറയില്ല, 1 or 2 മാക്സിമം 10 പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിനങ്ങോട്ട് വലുതാക്കി പറയും അല്ലെ. ഒരു 10,000 വട്ടം പറഞ്ഞിട്ട് ആ വ്യക്തി അത് അനുസരിച്ചില്ല എന്നൊക്കെ പറയും. അപ്പൊ എന്താണ്? ഹൈപ്പർബോൾ കാണിക്കുകയാണ് അല്ലെ. അതുപോലെ നോക്കാം, സോളിഡ് ബാസ്റ്റൺ ഓഫ് ദ സ്കൈ അല്ലെ, ആകാശം മുട്ടി നിൽക്കുന്ന കൂറ്റൻ കോട്ട അല്ലെ. ആകാശം മുട്ട ഇന്നേ വരെ ഏതെങ്കിലും കോട്ട മുട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ പറയുകയാണോ? ഹൈപ്പർ കാണിക്കുകയാണ് അല്ലെ. ഡിസ്ക്രൈബ് ദ മൗണ്ടൻ ആസ് ദ സോളിഡ് ബാസ്റ്റ് ഓഫ് ദ സ്കൈ ഇൻസ്റ്റെഡ് ഓഫ് ദ ഫോസ്റ്റേഴ്സ് ഇൻ ദ എർത്ത്, എക്സജറേറ്റഡ് ദെയർ ഹൈറ്റ് ആൻഡ് ദ സ്ട്രെങ്ത് അല്ലെ. അതിന്റെ ഹൈറ്റും അതിന്റെ സ്ട്രെങ്ത്തും ഒന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പർ ബോളിക്കാട്ടി യൂസ് ചെയ്തതാണ് കേട്ടോ. ക്ലിയർ?
സോ ഇത്രയാണ് അതിന്റെ പോയിട്രി ഡിവൈസസ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. അധികം ഒന്നും മീനിങ് ഇല്ല, ഡയറക്റ്റ് ആയിരുന്നു മീനിങ് അല്ല അല്ലെ. കവിതയുടെ ലൈൻസുകളിൽ തന്നെ വ്യക്തമാണ് മീനിങ് എന്ന് പറയുന്നത്. എന്താണ്? പെർസിസ്റ്റൻസ് എഫേർട്ട് വേണം അല്ലെ, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എഫേർട്ടിലൂടെയും അതുപോലെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സിലൂടെയും നല്ല പോലെയുള്ള ഒരു ഹാർഡ് വർക്കിലൂടെയും മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. നല്ലൊരു ഡിറ്റർമിനേഷനും നല്ലൊരു സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലൈഫിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വ്യക്തമായിട്ട് ഇപ്പം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.